ദ പവർ ഓഫ് ഐ ക്യാൻ, അല്ലെങ്കിൽ ഐ ആം ഗുഡ് ഇനഫ്, എന്നെ കൊണ്ട് പറ്റുമെന്ന് എന്നോട് തന്നെ പറയുമ്പോൾ നമുക്ക് ആക്ച്വലി അത് പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് സ്ക്രീൻ സേവർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് എന്നാണ്. പക്ഷേ അവിടെ ഫോക്കസ് പോകുന്നത്, അറ്റൻഷൻ പോകുന്നത് എന്തിലേക്കാ? പ്രോക്രാസ്റ്റിനേറ്റ് എന്നുള്ള ടേമിലേക്കാണ്. ഇപ്പൊ പ്രോക്രാസ്റ്റിനേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? എല്ലാ കാര്യവും ഓൺ ടൈം ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഐ ആം കംപ്ലീറ്റിംഗ് മൈ ടാസ്ക് ഓൺ ടൈം എന്ന് വേണമെങ്കിൽ ഇടാം. പകരം അവിടെ പോകുന്നത് പ്ലീസ് ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് എന്നുള്ളതാണ്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെയും ഫോക്കസ് ചെയ്യുന്നത് അവിടെ പ്രോക്രാസ്റ്റിനേഷനിലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആങ്ഷ്യസ് ആവണ്ട, അതാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഐ ആം കാം. ഡോണ്ട് ബി ആങ്ഷ്യസ് എന്ന് പറയുന്നതിന് പകരം ഡോണ്ട് ബി ആങ്ഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും റെഡ് കാർ ചിന്തിക്കല്ലേ എന്ന് പറയണ പോലെയാണത്. മനസ്സിലായി? റെഡ് കാർ ചിന്തിക്കല്ലേ എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിൽ റെഡ് കാർ വരുന്ന പോലെയാണത്. ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാം? എന്ത് വേണ്ടാന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് വേണം എന്ന് ചിന്തിച്ചാൽ മതി. വാട്ട് ഡു യു വാണ്ട്? ഇഫ് യു വോണ്ട് ടു ബി സക്സസ്ഫുൾ, ഫോക്കസ് ഓൺ ദ സക്സസ്. അല്ലാണ്ട് എൻ്റെ പൈസ പോവാതിരിക്കില്ല അങ്ങനെ ചിന്തിക്കണ്ട. എന്ത് വേണം എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അതിലേക്ക് അറ്റൻഷൻ കൊടുക്കാനും, നിങ്ങളുടെ ബ്രെയിൻ എവിടേക്കാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആവാൻ പോകുന്നത്.